സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട് ഒരിടത്ത് പിശാച് ഇളകി അലറി ഓടുക. ആ സമയത്ത് ഒരു ദേവദാസൻ ചെന്ന് പ്രാർത്ഥിക്കാൻ കൂടി ചെന്നവരെ പിശാച് പറഞ്ഞു, തീക്കൈയാണ് തീക്കൈയാണെന്ന് പറഞ്ഞു. തീക്കൈയാണ്, ഈ കൈ തീക്കൈയാണ്. ആ ദേവദാസൻ എഴുതേണ്ട കയറിയ നാളുകൾ കുറെ കഴിഞ്ഞു ആ ദേവദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്നാ പറയുന്നത് സഹോദരങ്ങളോട്, അനങ്ങി പോരുന്നുണ്ട് എന്റെ കൈ തീക്കൈയാന്ന് ഓർത്തോണം. അത് പിശാച് പ്രൈഡ് ഓഫ് ലൈഫ്. ഒരു നല്ല പാട്ട് പാടുമ്പോൾ, ഒരു നല്ല പ്രസംഗം ചെയ്യുമ്പോൾ, ഒരു നല്ല ശിശു ചെയ്യുമ്പോൾ സാത്താനും പറയും ഉഗ്രൻ. എന്തിനാണെന്നറിയാമോ? എല്ലിടാൻ. നാം ചെയ്യുന്നത് നല്ലതാണോ തിന്മയാണോ എന്ന് പരിശോധിച്ച് മറുപടി പറയുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. അവിടുന്ന് സംസാരിക്കട്ടെ. സ്തോത്രം. ഞാനോ പറയണം, അവന് പറയണം. പ്രൈഡ് ഓഫ് ലൈഫിനെ വിട്ടുപോകാൻ കഴിയുമ്പോൾ അങ്ങനെയെങ്കിൽ സാത്താൻ എന്നേക്കുമായി വിട്ടുപോകുക. ജീവിതത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ 3 മണ്ഡലങ്ങൾ ഇന്ന് നൽകുന്ന റിലീസ് ചെയ്യപ്പെടുകയാണ്. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അതിന് പ്രലോഭനമുണ്ട്, അതിന് പിറകോട്ട് പിടുത്തമുണ്ട്. ആദ്യമായിട്ട് ആരാധനയ്ക്ക് വരുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വന്ന പ്രിയപ്പെട്ട ദൈവമായിട്ട് കാര്യം വിചാരിക്കാം. കഴിഞ്ഞ ദിവസവും ഇവരെ കെട്ടാൻ അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല ഇന്നടകൾ സ്തോത്രം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളോട് എനിക്ക് പറയാനുണ്ടാകുന്നത് ജനമോഹം, കൺമോഹം, ജീവനത്തിനല്ല. ഇത് ആമേൻ പരീക്ഷിച്ചു. എന്താ സംഭവിച്ചത്? തിന്മാൻ നല്ലത് എന്ന് കണ്ടു, കാണാൻ നല്ലതെന്ന് കണ്ടു, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്ന് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ ഞാൻ ദൈവത്തെ പോലാകുന്നത് ഒരൊറ്റ കൂലി പറഞ്ഞു കൊടുക്കുക പിശാച്. സ്തോത്രം. കുഞ്ഞെ, ആദമേ, മോനെ, നീ ഒന്ന് കഴിക്ക്. ദൈവം ഇതുവരെ മറച്ചു വെച്ചേക്കുന്നതൊക്കെ നീ കാണാൻ പോവുക. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊക്കെ നീ കാണാൻ പോവുക. സ്തോത്രം. ദൈവം ഇതെല്ലാം നിന്റെ കണ്ണിനുള്ളിൽ സ്ത്രീ വെച്ച് മറച്ചേക്കുമായിരുന്നു. അതിന് ഇന്നൊക്കെ വിടുതൽ കിട്ടാൻ പോവുക. സാത്താൻ ഒരിക്കലും ബന്ധിക്കാമെന്നല്ല പറയുന്നത്, വിടിവിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ ദൂതുമായിട്ട് വന്നിരിക്കുക. അവിടെ ആദമും ഹവ്വയും തോറ്റു പരാജയപ്പെട്ടു പോയി. സകല മനുഷ്യരും വീണുപോയി. എന്നാൽ യേശു കർത്താവ് ഈ 3 മനുഷ്യരെ ജയിക്കാനിടയായി. അവൻ കവർ മാറ്റിക്കൊണ്ടുവരുന്ന, അവൻ ഔട്ടർ കവർ മാറ്റി, അവൻ വലിയ ഉടുപ്പൊക്കെ മാറ്റി, കുപ്പായം മാറ്റിക്കൊണ്ട് വരുന്നതിനകത്തിരിക്കുന്നത് പഴയ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് യേശുവിന് മനസ്സിലായി. അതിനെ ജയിക്കേണ്ട ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. എന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെ ഞാൻ ആരാധിക്കത്തില്ല. അങ്ങനെ സ്തോത്രം. ഈ ദൂത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന വലിയ ബഹുമാനമാണ്. ജീവിതം മുഴുവൻ ആരാധനയ്ക്കകത്ത് വേണം. ഒരു സ്തോത്രം മാത്രമല്ല ആരാധന, കൈയടിക്കുന്നത് മാത്രമല്ല ആരാധന. അത് ആരാധനയുടെ ചെറിയ പങ്ക് മാത്രമാണ്. ജീവിതം മുഴുവൻ ദൈവത്തിന് അർപ്പിക്കുന്ന ബഹുമാനം നിറഞ്ഞ ഒരു ജീവിത ശൈലിയും ഒരു മനോഭാവമാണ് ആരാധന. 116 സംഘത്തിലും 4-ാമത്തെ വാക്യം, അന്യദേവനെ കൈക്കൊള്ളുന്ന വേദനകൾ വർദ്ധിക്കും. ഇന്ന് മകൻ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മകൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ആരാധന ശരിയല്ലായെങ്കിൽ വേദനകൾ വർദ്ധിക്കാനിടയായി തീരും. അവൻ സർവശക്തനായ ദൈവത്തെ അവനെ മാത്രം ആരാധിച്ചാൽ അവൻ സ്വന്തം ഈ 3 പരീക്ഷകളെ ജയം പ്രാപിക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുക മാത്രമല്ല, അവൻ നിന്നെ വീട്ടുമാണ്. യേശുവിന്റെ നാമത്തിൽ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവൻ രക്തമാനിയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങളെ ഉണ്ടാകരുത്. മീതെ ആകാശത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്. ഞാനാകുന്നു നിന്നെ വിളിച്ച ദൈവം. അവൻ രൂപം ഉണ്ടാക്കരുത്, രൂപത്തെ ആരാധിക്കരുത്, രൂപത്തെ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെ കാണുമ്പോൾ ബഹുമാനം തോന്നരുത്, അവൻ അതിന്റെ മേൽ കുരിശ് വരയ്ക്കരുത്, അത് കാണുമ്പോഴേക്കും തൊടരുത്, നമസ്കരിക്കരുത്, കാണുമ്പോഴേക്കും ഭയന്നിട്ട് നീ ചില്ലറ പോലും കൊടുക്കരുത്. അതിന് പിന്നിൽ ഭീഷണ വ്യാപാരമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അപ്പോസ്തലന്മാരെ വിളിച്ചത് മറ്റൊരുത്തൻ രക്ഷയില്ല, താൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട അവൻ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് അവൻ തന്റെ പിൻഗമിക്കുന്ന ജനത്തോട് പ്രകാരം പറഞ്ഞു, സ്തോത്രം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ ഞാൻ കൂടെ ആകുമെന്നല്ല, ഞാൻ കൂടെ ഇരിക്കട്ടെ എന്നല്ല, ഞാൻ മാത്രമായി
പറഞ്ഞിരിക്കുന്നു. ആരെ ആരാധിക്കരുത്? മറിയമിനെ ആരാധിക്കാൻ പാടില്ല. അവൻ സൃഷ്ടിയെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. സ്ത്രീഹന്മാരെ ആരാധിക്കാൻ ശ്രമിച്ച അവരോട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരാകിയാൽ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിക്കുന്നത്, സർവ്വത്തെ നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കട്ടെ. മനുഷ്യനെ ആരാധിക്കരുത്. മനുഷ്യ ആരാധന പൈശാചികമാണ്. അവൻ എത്ര വലിയ വീര്യപ്രവൃത്തി ചെയ്താലും അവനെ ആരാധിക്കരുത്, അവനെ ബഹുമാനിക്കരുത്. അവൻ ബഹുമാനവും ആരാധനയും പുകഴ്ചയും ദൈവത്തിന് മാത്രമേ പഠിക്കട്ടെ. അവനെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസന്മാരോട് നമുക്ക് ബഹുമാനമുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവത്തെ നാമത്തിൽ നിൽക്കുന്നവരോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. എന്നാൽ ആരാധനയുടെ ബഹുമാനമല്ല അവർക്ക് കൊടുക്കേണ്ടത് എന്ന് ഇന്ന് കണ്ടു അറിയട്ടെ. ഇല്ലെങ്കിൽ ആരാധന ഇല്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അവൻ നാം ആരാധിക്കുന്ന ദൈവമാണ്, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ആരും ആരാധിച്ചില്ലെങ്കിലും, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവൻ ആരാധിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുന്നവരാണ് ദൈവം കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ. അതിന് പ്രത്യേക സമയമില്ല, അതിന് പ്രത്യേകമായി ആരും ഉത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അവന്റെ ഉള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് ആരാധന. ഒരു ഉറവ പോലെ പൊങ്ങി വരുവാനിടയായി തീരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുകയും അവന് പറയാനുള്ള വാക്കതാണ്, അവൻ യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യ. അങ്ങനെ അനുഗ്രഹം പ്രാപിക്ക്. സ്വന്തം ശിഷ്യന്മാർ പറയുന്നില്ല ഞങ്ങളെ ആരാധിക്കണ്ട. വെളിപ്പാട് പുസ്തകത്തിലാണ് മൂപ്പൻ പറഞ്ഞു, അയ്യോ യോഹന്നാനെ എന്നെ ആരാധിക്കണ്ട, അവൻ ദൈവത്തെ ആരാധിക്ക്. ദൂതന്മാർ പറയുന്നു അവനെ ആരാധിക്ക്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആരാധനയ്ക്ക് യോഗ്യൻ പാട്ടുപാടിയ സ്വർഗത്തിൽ. ആരാധനയ്ക്ക് യോഗ്യൻ ആരംഭപ്പെട്ട കുഞ്ഞാണ് യോഗ്യനത്രേ. ഭാഷകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും എന്നെ പിടിപ്പിച്ച ദൈവം, അവനെ ആരാധിക്കാനാണ് നാം കടന്നിരിക്കുന്നത്. നിത്യതയിൽ ആരാധന തുടരാൻ പോവുകയാണ്. 12-13 വാക്യങ്ങൾ നാം അങ്ങനെ തന്നെ വായിക്കുന്നു. സ്തോത്രം. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. കാരണം യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ആരാധന സ്വീകരിച്ചു. ഉടനായ മനുഷ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ, സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മുമ്പിൽ വീണ്ടും നമസ്കരിച്ചു. അത് ആരാധന. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മുതൽ ലഭിക്കാത്ത പത്രോസ് അവന്റെ പടക് നിറച്ച് മീൻ കെട്ടിയപ്പോൾ വിൽക്കാൻ വേണ്ടി ഓടുകയല്ല ചെയ്തത്. യേശുമാനത്തെ കണ്ടുപിടിച്ച് മനസ്സിലായി. അവന്റെ മുമ്പിൽ വീണ്ടും നമസ്കരിച്ചു. അതെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പശമാനക്കാരനായ മനുഷ്യനെ 4 പേർ ചേർന്ന് വീട് മേൽക്കൂരെ പൊളിച്ച് താഴേക്ക് ഇറക്കി വെച്ച അബദ്ധം അറിയാം. യേശുവിനെ നോക്കി അതിനെതിരെ അനേകവിധമായ പാപങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു, പാപം ക്ഷമിച്ചു കൊടുക്കത്തക്കവണ്ണം ഇവൻ ദൈവദൂഷണം പറയുന്നത്, ഇവൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവമാക്കുന്നത്. പാപം ക്ഷമിക്കാൻ കഴിയുന്നവൻ ദൈവമാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ ഇവൻ യേശു ദൈവമാണെന്ന് അവർക്ക് അറിയുന്നില്ലായിരുന്നു. ശിഷ്യന്മാരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8-9 വാക്യങ്ങൾ നാം കാണുന്നു. ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു താ, എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായി. യേശു പറഞ്ഞു, പിതാവും ഞാനും ഒന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ 10:30 നാം അങ്ങനെ വായിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ആരാധന സ്വീകരിച്ചവൻ യേശു, താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചവൻ യേശു. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഇന്ന് ജീവിക്കുന്നു. ആരാധന സ്വീകരിക്കുന്നവനായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വാസ്തവത്തിൽ ആരാധിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, കർത്താവിനെ ആരാധിക്കുന്നവർ, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4:24. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.